ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീഡിയോ എടുത്ത് കുറേ ദിവസമായി അറിയാം, അതുകൊണ്ടല്ലേ ഇന്ന് വീഡിയോ കൊണ്ടുവന്നത്. ഗൈസ്, ഞാൻ പുതിയൊരു സെക്കൻഡ് ചാനൽ തുടങ്ങി. ഗൈസ്, കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടായിരുന്നോ? ചെളികളൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഞാനൊരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു വീഡിയോ എൻ്റെ മെയിൻ ചാനലിലും ഒരു വീഡിയോ സെക്കൻഡ് ചാനലിലും. അതുപോലെ ആയിരിക്കും ഇനി വീഡിയോസ് വരുന്നത്. സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ബേസിക്കലി അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. ഗൈസ്, എനിക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമാണ്, പക്ഷെ തക്കാളി ഇഷ്ടമല്ല. അതുപോലെയാണ് ഇത് പറയുന്നത്. ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ, എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതൊരു പറഞ്ഞ വാക്കിനോട് ഇത്രയും നീതി പുലർത്തിയ ഒരാള് വേറെ ഇല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞാലും നമ്മള് ബിഗ് ബോസിൽ വരും ഗൈസ്. എന്തൊക്കെയായിരുന്നു ഇതാരടാ കുത്തിപ്പൊക്കി വിട്ടത്? എങ്ങനെയോ ബിഗ് ബോസിൽ കയറി പറ്റി, അതിന്റെ ഇടയിൽ ഇതാരോ കുത്തിപ്പൊക്കി വിട്ട്. എന്നാലും പറഞ്ഞ വാക്കിനോട് ഇത്രയും നീതി പുലർത്തിയ ഒരാള് വേറെ എവിടെ ഉണ്ട് ഗൈസ്? കുറെ കോഴിച്ചങ്കുകള് വെറും ഒരു പെണ്ണ് കാരണം ബിഗ് ബോസ് കാണാൻ തുടങ്ങി. ഈ പെണ്ണ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ ബിഗ് ബോസ് കാണുന്നത്. ഈ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി മാത്രം ഇക്കാണ്ട വിവരക്കേട് കാണുന്ന ആൾക്കാരുണ്ട് ഗൈസ്. ഇത് മേക്കപ്പിന്റെ ലുക്ക്, ഇത് മേക്കപ്പ് ഇല്ലാത്ത ലുക്ക്. ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്നിട്ടും ആൾക്കാർ ഈ പെണ്ണിനെ പറയുന്നത് ഷീ ലുക്ക് സോ പ്രിട്ടി ബ്രോ. ഐ ഡോണ്ട് തിങ്ക് സോ ബ്രോ. ഈ പെണ്ണിനെ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കാണുന്ന മൊണ്ണകളെ കണ്ണിലെന്തോ കുരുവുണ്ടാ. ആൾക്കാരെല്ലാരും കൂടി തെരഞ്ഞു പിടിച്ച ഐഡിയ ഇത്. ഇസേൽ തർക്ര ഇൻസ്റ്റാ ഐഡി തുറന്നു നോക്കിയപ്പോ ഞാൻ തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. ഈ ആളാണോ ഇത്? ഇതൊരുമാതിരി ആൾമാറാട്ടം നടത്തിയ പോലെയാണ് ഗൈസ്. രണ്ടാളെ കാണാൻ ഒരു ബന്ധവുമില്ല. ഈ ചേച്ചിയുടെ മെയിൻ പരിപാടിയാണ് അടയടെ പോയി പുട്ടിയടിക്കാം. പുട്ടി അടിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല. എപ്പൊ നോക്കിയാലും ഉണ്ടാവും ഏതെങ്കിലും കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് പുട്ടിയടിക്കാം. അല്ലടെ ഈ ബിഗ് ബോസിൽ പുട്ടി അലൗഡാന്ന്. 5 പൈസക്ക് മലയാളം അറിയില്ല, പക്ഷെ അതിന്റേതായിട്ടുള്ള എല്ലാ അഹങ്കാരം ഉണ്ട്. മിസ്സിസ് മോഡലിംഗ് ചേച്ചി കുറച്ചെങ്കിലും വിവരം കാണിക്കും. ഒന്നും അറിയൂല, എന്നിട്ട് പറഞ്ഞു തരുമ്പോ പൊട്ടത്തരം പറയുന്നു തിരിച്ചു. ഇതെന്താ തവള അപ്പിടാനിരിക്കുന്നതാ? ഈ പെണ്ണിനെ കാണാൻ വേണ്ടി വരുന്ന കോടിയോളോടാന്ന് എനിക്ക് ചോദിക്കാനില്ലത്. ഈ പെണ്ണിന്റെ കാർച്ച കേൾക്കാൻ വേണ്ടി മാത്രമാണോ നീ ബിഗ് ബോസ് കാണുന്നത്? എടാ എന്താടാ ഇത് അങ്ങനെ മടി? അടിച്ചു വരുന്നതിനാൽ അടിയുണ്ടാക്കുന്ന പൊട്ടന്മാര്. അതിലും വലിയ കോമഡിയാണ് രേണുസുതിന്റെ കാര്യം. ഇവരാണെങ്കിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ എനിക്ക് വോട്ട് വേണമെന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ച്. അതാണെങ്കിൽ വലിയ സീനായി. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ചാനലിൽ ഇട്ടതാണ് നേരത്തെ വരുന്നതിൻ്റെ അന്ന്. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഈ ആഴ്ചത്തെ എലിമിനേഷൻ റൗണ്ടിൽ ഞാൻ വന്നു. അതുകൊണ്ടെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കുറെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസ് കഴിയുന്നത് വരെ ഇടാൻ വേണ്ടി ഇതുപോലത്തെ കുറെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഫാമിലിയെ നോക്കുന്ന ഒരാളാണോ AJP? അമ്മയൊക്കെ നോക്കുന്നുണ്ട്. മറ്റേ ഞങ്ങളുകൊണ്ട് എല്ലാ ദിവസം പോകുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട് വീട്ടില്. ഇവനെ നടത്താനോ നോക്കി നടത്താനോ ആരെങ്കിലും വേണം. എന്നിട്ടാണ് ഇവ ഫാമിലിനെ നടത്തുന്നത്. അമ്മയച്ഛനും പണിക്ക് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് കുടുംബം നോക്കണ്ടെന്ന് പറഞ്ഞ് മഹാനാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാസ്ക് തരട്ടെ. അമ്മയെ വിളിക്കാൻ പറ്റുമോ? അമ്മയെ വിളിക്കാൻ പറ്റുമോ? ടാസ്ക് എടാ എന്തിനാടാ പാവത്തിനെ വെറുതെ നാണം കിട്ടാൻ വേണ്ടി? പേടിച്ച് പാന്റിൽ തൂറി വെച്ചിട്ടുണ്ടാവും. ഇത് ചോദിക്കുന്ന കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് പറഞ്ഞായിരുന്നോ? നമുക്കൊരാള് വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ അവരുടെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. ബോസിന് കിട്ടിയ വീട് ആ വീടിനും കിട്ടടേ. ഇതിനൊന്നൊരു പരിധിയില്ലടാ. ആ വീട് ഫ്രീ ആയിട്ടല്ലേ കിട്ടിയത്. ചോർച്ച ഉണ്ടെങ്കിൽ ആ ചോർച്ച സഹിച്ചോളാൻ. ഫ്രീ ആയിട്ട് അവരെടുത്തത് എത്ര നല്ല വീടാ അത്. എന്നിട്ട് ആ വീടിന് ചോർച്ച ഉണ്ടെന്നും പറഞ്ഞ അവരെ വഴക്ക് പറയാ. ഇതെല്ലാം അടുത്ത പരിപാടിയാടാ. മാധുരി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സെപ്റ്റി ടാങ്കാണ്. രേണുവിന് സെപ്റ്റി ടാങ്ക് എന്ന് പേരിട്ട് കേസ്. എന്തെല്ലാം പറഞ്ഞാൽ ഇത് ഭയങ്കര മോശം. ഓനോന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ആ പേരിട്ടത്. ഒരാളെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റുന്ന പേരാണ് അത് സെപ്റ്റി ടാങ്ക്. മറ്റേ ആൾക്കാർ മുള്ളം പന്നി, കാട്ടുപന്നി, മരക്കഴുത അങ്ങനെ അല്ലാതെ ഇട്ടത്. പിന്നെയും ഓക്കെയാണ്. ഇവനൊരു കോമൺ സെൻസ് ഇല്ല. ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്യാൻ മണ്ട. വെറുതെ രേണുസുതിന് കുറച്ചും കൂടി സപ്പോർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. ഇവിടെ ഒരു പേരാണ് ഇവൻ ഇട്ടത് സെപ്റ്റി ടാങ്ക്. രേണുസുതി വലിയൊരു അപരാധമാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ സെപ്റ്റി ടാങ്ക് മറ്റേത് മറിച്ചതെന്നെല്ലാം പറഞ്ഞ് പേരിടേണ്ട ആവശ്യമൊന്നുമില്ല. ഓനെ കുറ്റം പറഞ്ഞാൽ ഓനോന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് പേരിട്ടത്. പട്ടിത്തീട്ടെന്ന് അവന്
പേരിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കുറച്ച് സ്റ്റാൻഡേർഡില്ല ആൾക്കാരെങ്കിലും കൊണ്ടുപോവാ ബിഗ് ബോസ്. ഇതിൽ 5 പൊട്ടന്മാരെയാണ് ഇവര് വിളിച്ചോണ്ടിരുന്നത്. 5 പൈസക്ക് ബുദ്ധിയുണ്ടോ അതുമില്ല. ബിഗ് ബോസിനെക്കാളും വലിയ സ്കാം ഈ ലോകത്ത് വേറൊന്നും ഇല്ല. എന്തെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മൊത്തം ക്ലിക്ക് ബൈറ്റ് ആണ്. അവര് പുറത്തായി, ഇവര് പുറത്തായി, അവരെ എലിമിനേറ്റ് ആയി, ഇവരെ എലിമിനേറ്റ് ആയി എന്നെല്ലാം ബിഗ് ബോസ് വെറുതെ ഇങ്ങനെ വിളിച്ചു പറയും ഗൈസ്. എന്നിട്ട് നമ്മളെ കൊണ്ട് ആ എപ്പിസോഡ് മൊത്തം ഇരുന്ന് കാണിക്കും ഗൈസ്. ഈ 2 ദിവസം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസ് കണ്ട് ഗൈസ്. ഞാനിങ്ങനെ ടിവിയിൽ യൂട്യൂബ് ഓപ്പൺ ആക്കി ഡോറിമോന്റെ പ്രയാണം കണ്ടോണ്ടിരിക്കുന്നു ഗൈസ്. അതിന്റെ ഇടയിൽ അമ്മ വന്നിട്ട് പറഞ്ഞു ബിഗ് ബോസ് വെക്കടാന്ന് പറഞ്ഞു. ബിഗ് ബോസ് വെച്ച് എന്റെ അമ്മയാണെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല ഗൈസ്. യൂട്യൂബിലൊക്കെ ആരൊക്കെയോ എലിമിനേറ്റ് ആകുന്നെന്നും പറഞ്ഞ് വന്ന് ബിഗ് ബോസ് കണ്ടതാണ് ഗൈസ്. നോക്കുമ്പോൾ ആരും എലിമിനേറ്റ് ആയിട്ടില്ല. എലിമിനേഷൻ റൗണ്ടിൽ അവര് പോകുന്നു ഇവര് പോകുന്നെല്ലാം പറഞ്ഞിട്ട് ആരും പോയിട്ടില്ല. ഇത് വെറുതെ ബിഗ് ബോസ് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ബൈറ്റ് വെച്ച് റീച്ച് കൂട്ടുന്നതാണ് ഗൈസ്. നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കണം. ഞാൻ ഈ ദുരന്തം പിടിച്ച പരിപാടി കാണലില്ല ഗൈസ്. പാരന്റ്സ് കാണുന്നത് ഓക്കെ, ഒരിക്കലും നിങ്ങൾ കുട്ടികളെ കാണിക്കാൻ പാടില്ല ഗൈസ്. എന്തെന്ന് പറഞ്ഞാൽ അത്ര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത്. രേണുവിനെ തന്നെ ഒരുത്തൻ ഇപ്പൊ സെപ്റ്റി ടാങ്ക് എന്തോ വിളിച്ച് കളിയാക്കി ഗൈസ്. ഇത് കണ്ട് ചെറിയ പിള്ളേർ കോപ്പി അടിക്കാൻ ചാൻസ് ഉണ്ട്. ഡോറിമോനോ കൊച്ചു ടിവി എന്തെങ്കിലും പിള്ളേർക്ക് വെച്ചു കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഈ രാത്രിയിൽ ബിഗ് ബോസ് ഇരുന്ന് കാണുമ്പോൾ പിള്ളേരും കൂടി ഇത് കാണുന്നുണ്ട്. പിള്ളേർക്ക് ഇത് ഒട്ടും നല്ലതല്ല. ബിഗ് ബോസ് എന്നെല്ലാം പറയുന്നത് അത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഗൈസ്. പാരന്റ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കാൻ പാടില്ല ഗൈസ്. അവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. വലിയ ആൾക്കാർ ഇത് കാണും, ഇത് അപ്പൊ തന്നെ മൈൻഡിൽ നിന്ന് കളയും ഗൈസ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അതുകൊണ്ട് ആരും ബിഗ് ബോസ് കാണുമ്പോൾ പിള്ളേരെ അടുത്തിരുത്തി കാണിക്കാണ്ടിരിക്കുക ഗൈസ്. വെറുതെ എന്തിനാണ് പിള്ളേരെ ബുദ്ധി കളയുന്നത്? ഇതുപോലത്തെ പൊട്ടത്തരം കണ്ടിട്ടാണ് അവരും വളരുന്നത്. മണ്ടന്മാരല്ലാണ്ട് ആരെങ്കിലും ഒരുത്തനുണ്ടായി ഈ ബിഗ് ബോസിന്റെ അകത്ത്? ഈ മണ്ടന്മാരെ മണ്ടത്തരം കണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ വരെ വളർന്നു വരുന്നത് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാൻ പറ്റൂ. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് എന്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഗൈസ് അതിൽ വരുന്നത്. അപ്പോൾ ലവ് യു ഗൈസ്. ഓക്കെ, ബൈ ബൈ.